ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ്. അതായത് നാടൻ കോഴികളെ സംബന്ധിക്കുന്ന ഒരു കാര്യം, കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ, അത് ഏതാണ് വീഡിയോ എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, 10-20 വീഡിയോകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നാടൻ ഇനങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വളർത്താനുള്ള ഒരു ആഗ്രഹം, എന്റെ ഒരു ആഗ്രഹം, അത് ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു പോയിരുന്നു. അതായത് നേക്കഡ് നെക്ക് ആണെങ്കിൽ നേക്കഡ് നെക്കിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുക, പുള്ളിക്കോഴികളെ മാത്രം സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ കരിയില കോഴികൾ, അങ്ങനെ ഓരോ ഇനങ്ങളിൽ പറയപ്പെടുന്ന കോഴികളെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹം ഞാൻ ആ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. അത് കണ്ട് ആ വീഡിയോയിലെ അത് പറയുന്നത് കേട്ട് പണ്ട് മുതലേ നാടൻ കോഴികളെ വളർത്തി വന്നിരുന്ന കുറച്ച് നമ്മുടെ സുഹൃത്തുക്കള് വിളിക്കുകയും ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. നാടൻ കോഴികളെ സ്നേഹിക്കുന്ന ആളുകൾക്കും കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് ഇന്ന് നടക്കുന്ന കോഴി വളർത്തൽ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് തന്നെയാണ് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ വീഡിയോയിലെ വിഷയം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക. കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടതും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ളതുമായ ഒട്ടനവധി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന്റെ പ്രധാന കാരണം, നമ്മുടെ വീഡിയോ കാണുന്നതിലെ 74% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ബാക്കിയുള്ള 26% വരുന്ന ആളുകൾ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. തുടക്കത്തിൽ തന്നെ പറയട്ടെ, നിങ്ങൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്തുകൊള്ളണം എന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാല്, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. അത് തെറ്റാണ് എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാടൻ കോഴി ഇനങ്ങളില് പല പേരുകളിൽ അറിയപ്പെടുന്ന കോഴികളുണ്ട്. അതായത് ഇപ്പോ മെയിനായിട്ട് ഉള്ള സ്റ്റാറായിട്ട് നിൽക്കുന്ന പുള്ളിക്കോഴി തുടങ്ങി പല പേരുകൾ, ചാരക്കോഴി, കരിയിലക്കോഴി, കുറുങ്കാലിക്കോഴി, തൊപ്പിക്കോഴി, അങ്ങനെ ഒരുപാട് പല പുതിയ പേരുകളും ഓരോ സ്ഥലത്തുനിന്ന് കേട്ട് തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഈ നാടൻ കോഴികളുടെ ഈ പേരുകളൊക്കെ വന്നിരിക്കുന്നത് അവരുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്നോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ നിന്നോ, അതല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളിൽ നിന്നോ ആണ് ഈ പേരുകളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് അതൊക്കെ കിട്ടിയിട്ടുള്ളത്. അതായത് ശരീരം തൂവലുകളിലൊക്കെ പുള്ളികളുള്ളതാണ് പുള്ളിക്കോഴികൾ. കഴുത്തിൽ പൂട ഇല്ലാത്ത കോഴികളെ നേക്കഡ് നെക്ക് എന്ന് പറയുന്നു. അതുപോലെ ചാരക്കളറുള്ള കോഴി ചാരക്കോഴി, കരിയിലക്കോഴി എന്ന് പറയുന്നതും ഏകദേശം ഉണങ്ങിയ കരിയിലയുടെ കളറുള്ള ആ കോഴിയെ കരിയിലക്കോഴി എന്ന് പറയുന്നു. പിന്നെ അതേപോലെ അങ്ങനെ പുറമേയുള്ള തുവലുകളുടെ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങനെ കുറച്ച് പേരുകൾ കിട്ടി. പിന്നെ ഷേപ്പിന്റെ വ്യത്യാസം, അതായത് തലയുടെ പുറകില് കുറച്ച് തുവലുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിൽപ്പെട്ട കോഴികളെ തൊപ്പിക്കോഴികൾ എന്ന് വിളിക്കുന്നു. കാലിന് ഉയരം കുറഞ്ഞ തരം കോഴികളെ കുറുങ്കാലി കോഴികൾ എന്ന് വിളിക്കുന്നു. പിന്നെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് മുട്ടകളിൽ വരുന്ന വ്യത്യാസം, വലിപ്പങ്ങളിലുള്ള വ്യത്യാസം, അതൊക്കെ കൊണ്ട് 60, 90 അങ്ങനെ ഇനങ്ങളിലുള്ള പേരുകളിട്ട് വിളിക്കുന്ന കോഴികൾ. പക്ഷേ ഞാൻ എന്റെ ഒരു ആഗ്രഹം നേരത്തെ പറഞ്ഞില്ല, ആ വീഡിയോയ്ക്ക് ശേഷം പലരും എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സക്സസ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് പലരും പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് അങ്ങനെ നമുക്കത് വിജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സക്സസ് ആക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങളിത് അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴിയല്ലേ, നിങ്ങൾക്ക് അഴിച്ചുവിടാനല്ലേ നാടൻ കോഴികളെ, അങ്ങനെയല്ലേ വളർത്തണമെന്ന് ചോദിച്ചു. ശരി, ഞാൻ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾ. അപ്പൊ ഇങ്ങനെ തരം തിരിച്ചിടുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ തുറന്നു വിടും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഓരോരോ സമയങ്ങളിലായിട്ട് തുറന്നു വിടാം എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞപ്പോ അടുത്ത ചോദിച്ച ചോദ്യമാണ് എന്നെ ഇത് കൂടുതൽ ചിന്തിപ്പിച്ചത്. അത് പലരും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. കാരണം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് അവര്, നിങ്ങൾ
ഒരു നേക്കഡ് നെക്ക് പൂവനെയും 3-4 നേക്കഡ് നെക്ക് പിടകളെയും കൂടെ ഒരുമിച്ചിട്ട് അതിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം നേക്കഡ് നെക്ക് ആവും എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഓരോ ഇനങ്ങളും ഇപ്പൊ പുള്ളി പിടകളും പുള്ളി പൂവനെയും ഒരുമിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കുഞ്ഞുങ്ങളും പുള്ളിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്റെ ഒരു ഇതില് പരിചയത്തിലുള്ള ആളുകളോടൊക്കെ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ചിലപ്പോ അങ്ങനെ വരാറുണ്ട്, ചിലപ്പോ അതല്ലാത്ത കോഴികളും വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ഇപ്പൊ ഇതിങ്ങനെ ഒരു സംശയം ആളുകൾ ചോദിച്ചപ്പോഴും പറഞ്ഞപ്പോഴൊക്കെ എന്റെ വീടിനടുത്തുള്ള പണ്ട് കാലങ്ങളിലെ കോഴികൾ വളർത്തിയിരുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകളുമായിട്ട് സംസാരിച്ചു. എന്റെ മുത്തശ്ശിമാർ, എന്റെ അച്ഛന്റെ അമ്മയും അതുപോലെ ആ ഏജിലുള്ള ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, പണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും കോഴികൾക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാ കോഴികളും ഒരുമിച്ചാണ് വളർത്തിയിരുന്നത്. പിന്നെ നമ്മളിപ്പോ ഓമനിച്ച് വിളിക്കുന്ന പുള്ളിക്കോഴികള്, പിന്നെ വിഷറിവാലൻ കോഴികള്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോഴികള് എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് നമ്മളിപ്പോ ചിന്തിക്കുമ്പോ, അതായത് കച്ചവട താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേർതിരിച്ച് വളർത്തുന്ന ഒരു രീതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു തെറ്റുമില്ല. പുള്ളിക്കോഴികളെ മാത്രം വളർത്തി അതിനെ അതിന്റെ സൗന്ദര്യം കണ്ട് വാങ്ങാനും അത് വിൽക്കാനും ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ തനി നാടൻ കോഴികളെ അതേ ഇനത്തിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പലരും പറഞ്ഞ് അറിഞ്ഞ ഒരു കാര്യം കേട്ടോ. കാരണം പണ്ട് കാലം മുതലേ നാടൻ കോഴികളെല്ലാം ഒരുമിച്ചായിരുന്നു വളർന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ ഐറ്റത്തിനെ മാറ്റിയിട്ട് വളർത്തി അതിൽ നിന്ന് അതേ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പലരും പറയുന്നത്. പലരും പറഞ്ഞ കാര്യം ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്നും അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് നേക്കഡ് നെക്ക് കോഴികളെ സെപ്പറേറ്റ് ചെയ്ത് വളർത്താൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് എനിക്ക് കഴുത്തിൽ പൂടെയുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനൊരു ഉദാഹരണം ഇവര് തന്നെ, അതായത് മുത്തശ്ശിമാരെന്നെ പറഞ്ഞൊരു കാര്യം, പണ്ട് നമ്മുടെ വീട്ടിൽ പശുക്കൾ ഉണ്ടാവും, അവരെ നമ്മള് പാണ്ടുള്ള പശുക്കളെ പാണ്ടിന്നോ അല്ലെങ്കിൽ പുള്ളിന്നോ ഒക്കെ വിളിച്ച് വന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് കറുത്ത പശുക്കളെ കറുമ്പി എന്ന് വിളിക്കും, മറ്റേ വെള്ള പശുക്കളെ വെള്ളച്ചി എന്ന്. എന്റെ നാട്ടിൽ എന്റെ വീട്ടിലൊരു വെള്ള കളറുള്ള ഒരു പശു ഉണ്ടായിരുന്നു. അതിന് പണ്ട് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, വെള്ളച്ചി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പശുക്കളെ വിളിച്ച് വന്നിരുന്ന ആ ഒരു നാടൻ പശുക്കൾ കേട്ടോ, അത് ജേഴ്സി, സിന്ധി, അതൊക്കെ വേറെ, അതൊക്കെ ഓരോ ജനുസുകളാണ്. ഇപ്പൊ നമ്മുടെ കോഴികളിൽ തന്നെയുള്ള ഗ്രാമശ്രീ, ഗ്രാമപ്രിയ പോലെയുള്ള ജനുസുകൾ പോലെ അതൊക്കെ വേറെ ജനുസുകളാണ്. നാടൻ പശുക്കളിൽ തന്നെ പല കളറിലുള്ളതിനെ പല പേരിൽ വിളിച്ചിരുന്നു. അതുപോലെയാണ് കോഴികളും എന്നാണ് അവർ ഉദാഹരണ സഹിതം പറഞ്ഞു തന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതിനൊന്നും സെപ്പറേറ്റ് ചെയ്ത് വളർത്തേണ്ട കാര്യമില്ല. നാടൻ കോഴി എന്നുള്ളത് നാടൻ കോഴി, അത് ആകെ ഒരു ഇനം ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഇതിനെല്ലാം ഒരുമിച്ചിട്ട് വളർത്താം. അവര് ഒരുമിച്ച് തുറന്നു വിടാം, ഒരുമിച്ച് ഒരേ കൂട്ടിൽ നിൽക്കാം. ഇവര് പരസ്പരം ക്രോസ് ആയതുകൊണ്ടോ പരസ്പരം ക്രോസ് ആയിട്ട് മുട്ട വന്ന് അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ടോ അത് തനി നാടൻ കോഴികളാവുന്നില്ല. അതിന്റെ സ്വഭാവ സവിശേഷതകളോ നേരത്തെ പറഞ്ഞതുപോലെ രൂപസാദൃശ്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമെന്നല്ലാതെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയാലും നമുക്ക് അതേ ഇനത്തിലുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കില്ല എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലരും അതേപോലെ പരീക്ഷിച്ചിട്ടുണ്ട്. പലരോടും ഈ പുള്ളിക്കോഴികൾ മാത്രം വളർത്തുന്ന പല സുഹൃത്തുക്കളെ ഞാൻ ഇതേപോലെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അതിൽ നിന്ന് പുള്ളികളെ മാത്രമാണോ കിട്ടുന്നത്? അപ്പൊ അവർ പറഞ്ഞ അത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ പുള്ളികളല്ലാത്ത കോഴികളും വരുന്നുണ്ട്. അപ്പോൾ നാടൻ കോഴികളെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തേണ്ട കാര്യമില്ല. ഒരുമിച്ച് എല്ലാ നാടൻ കോഴി ഇനങ്ങളെയും ഒരുമിച്ച് തന്നെ വളർത്താം. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഏതൊക്കെ ഇനം കോഴികളെ ആരൊക്കെ വളർത്തുന്നു എന്നുള്ളതും അതിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന ആളുകളാണോ, ആണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റ് അതായത് പുള്ളിക്കോഴികളെ വളർത്തുന്ന ആളുകൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ മറ്റ്
ഏതെങ്കിലും പുള്ളി അല്ലാത്ത കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതും സത്യസന്ധമായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.